ഹലോ എവരി വൺ വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ KTU 2024 ന്യൂ സ്കീമിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഗ്രൂപ്പ് എയ്ക്കും ബിക്കും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കലിൻ്റെ സിലബസ് ഓവർവ്യൂവും ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ പാർട്ടിൽ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് അതിൻ്റെ സിലബസ് ഓവർവ്യൂവും ഇമ്പോർട്ടൻറ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ക് ചെയ്ത ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ലാസ്റ്റ് വരെ ഉള്ളായിരുന്നത് 2019 സ്കീമായിരുന്നു. ഇപ്പം ദിസ് ഇയർ ഓൺവേർഡ്സ് പുതിയ സ്കീമാണ്. ഇപ്പം ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നായിരുന്നു 2019 സ്കീമിൽ ഈ സബ്ജക്റ്റിൻ്റെ നെയിം. അത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സിലബസ് ഗ്രൂപ്പ് എയ്ക്കും ബിക്കും കോമൺ ആണ്. ഇപ്പം ലാസ്റ്റ് 2019 സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് സ്ലൈറ്റ് വേരിയേഷൻസ് ആണ് നമ്മുടെ ഈ സിലബസിൽ ഉള്ളത്. 2019 സ്കീമിൻ്റെ കേസിൽ ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് 6 മോഡ്യൂൾസ് ആയിരുന്നു. അതിൽ 3 മോഡ്യൂള് ബേസിക് ഇലക്ട്രിക്കൽ അതുപോലെ ലാസ്റ്റ് 3 മോഡ്യൂൾസ് ബേസിക് ഇലക്ട്രോണിക്സും ആയിരുന്നു. അത് 2024 സ്കീമിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഫുൾ സബ്ജക്റ്റ് 4 മോഡ്യൂളായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 മോഡ്യൂള് ഇലക്ട്രിക്കൽ സബ്ജക്റ്റും റിമൈനിങ് 2 മോഡ്യൂള് ഇലക്ട്രോണിക് സബ്ജക്റ്റുമാണ്. അപ്പം ഈ ഇലക്ട്രിക്കലിൻ്റെ സിലബസ് ഓവർവ്യൂവും അതുപോലെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. അതുപോലെ 2019 സ്കീം വെച്ചിട്ടുള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ രണ്ട് സിലബസ് തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോസ് വാച്ച് ചെയ്യാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ബിടെക് VDC യൂട്യൂബ് ചാനലിന് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, www.btechmadeeasy.com എന്നുള്ള. അതിൽ ഓരോ സബ്ജക്ട്സിൻ്റെയും നോട്ട്സും അതുപോലെ യൂട്യൂബിൻ്റെ വീഡിയോ ലിങ്ക്സും മോഡ്യൂൾ വൈസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് 2015 സ്കീമോട്ടുള്ളതുണ്ട്. 2015, 2019 അതുപോലെ 2024 വരുമ്പോഴത്തേക്ക് ഇപ്പം പുതിയ സിലബസ് വെച്ചിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പം പുതിയൊരു സ്കീമാണെന്ന് വെച്ചിട്ട് നമ്മളുടെ ഈ ബേസിക് സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനകത്ത് സിലബസിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. കുറച്ച് ടോപ്പിക്സ് ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ പുതിയതായിട്ട് കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു പഴയ സിലബസ് വെച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പം 2019 സ്കീമിൻ്റെ ഇലക്ട്രോണിക്സിൻ്റെ 3 മോഡ്യൂൾസ് മോഡ്യൂൾ 4, 5, 6 ആയിരുന്നു. അതിപ്പോൾ നമുക്ക് മോഡ്യൂൾ 3 and 4 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസ്, അതിൽ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ്, വാക്വം ട്യൂബ്, നാനോ ഇലക്ട്രോണിക്സ്, ആ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ പുതിയ സ്കീമിലില്ല. അതായത് വാക്വം ട്യൂബ്സിനെ കുറിച്ചും അങ്ങനത്തെ ഒന്നുമില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഫസ്റ്റ് കപ്പാസിറ്റർ ഇൻഡക്ടർ ആണ്. ഇതിലൊന്നും വലിയ ഡിഫറൻസ് വരുന്നില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്, അതുപോലെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ, ഇതൊക്കെ സെയിം ആണ്. ചില ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, കാരണം ഈ 3 മോഡ്യൂളിലെ 2 മോഡ്യൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റെക്ടിഫയർ പോർഷൻ ഉണ്ട്. ഈ ലാസ്റ്റ് സ്കീമിൽ ഫുൾ വേവ് റെക്ടിഫയർ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പോൾ പുതിയ സിലബസിൽ ഹാഫ് വേവ്, ഫുൾ വേവിൽ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ 3 ക്ലാസിഫിക്കേഷനും മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഈ RC കപ്പിൾ ആംപ്ലിഫയർ, ഫ്രീക്വൻസി റെസ്പോൺസ്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ട് കൺസെപ്റ്റ് ഓഫ് ബയസിങ്, അത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് DC ലോഡ് ലൈൻ, AC ലോഡ് ലൈൻ, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ലാസ്റ്റ് മോഡ്യൂൾ 4ലേക്ക് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡ്യൂൾ 6 വരുമ്പോഴത്തേക്ക് എവല്യൂഷൻ, ഇതിൻ്റെ എവല്യൂഷൻ 3G തൊട്ട് 6G വരെയുള്ള കമ്പാരിസൺ പഠിക്കാനുണ്ട്. അതുപോലെ ഇവിടെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്നുള്ളായിരുന്നു. പുതിയ സിലബസിലും AM, FM സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ആൻറ്റിന എന്നുള്ള ടോപ്പിക്ക് ഒഴിവാക്കിയിട്ടുണ്ട്.
അതുപോലെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതിൽ CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നുള്ള ടോപ്പിക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒരു കേസ് സ്റ്റഡി എന്നും പറഞ്ഞ് ആപ്ലിക്കേഷൻ ഓഫ് മോഡേൺ ഇലക്ട്രോണിക്സും IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സ്മാർട്ട് ഹോംസ്, ഹെൽത്ത് കെയർ ഇൻ അഗ്രികൾച്ചർ, അങ്ങനെ കുറച്ച് ടേംസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്ന പുതിയ സിലബസിൽ. അതുപോലെ ന്യൂ ആയിട്ടുള്ള കുറച്ച് ടേംസ് അതിൽ ഈ ഇൻട്രൊഡക്ഷൻ ടു ഫെറ്റ്, മോസ്ഫെറ്റ് അത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. CRO ഞാൻ പറഞ്ഞ പോലെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്ലൈറ്റ് വേരിയേഷൻസ് ആണ് 2019 സ്കീമും 2024 സ്കീമുമായിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ സിലബസ് കമ്പയർ ചെയ്യുമ്പോൾ. ഈ കമ്പയർ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പുതിയ സ്കീമാണെന്ന് വെച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണെന്ന് വിചാരിക്കരുത്. ബേസിക് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ടോപ്പിക്സ് ഒക്കെ സെയിം ആണ്. അതിന് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് നമ്മൾ ഒബ്സല്യൂട്ടായ വാക്യൂം ട്യൂബ് അങ്ങനത്തുള്ള ടോപ്പിക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത, അതായത് കറണ്ട് സിനാരിയോയിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സ്മാർട്ട് ഹോം അങ്ങനത്തുള്ള ടോപ്പിക്സ്, അതുപോലെ VLSI ടെക്നോളജി ഒക്കെ വരുമ്പോഴത്തേക്ക് ഫെറ്റ്, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ്, അതിനൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പുതിയ സ്കീമിൻ്റെ സിലബസ് ഓർമ്മയിലേക്ക് പോവാം. അപ്പം മൊഡ്യൂൾ 3 തൊട്ടാണ് ബേസിക്സ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക്സ്. അതിൽ പാസീവ് ആൻഡ് ആക്റ്റീവ് കമ്പോണൻസ്. ഓക്കെ, അത് പാസീവ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ അതുപോലത്തുള്ള കമ്പോണൻസ്, അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ ആക്റ്റീവ് കമ്പോണൻസ് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി മെയിനായിട്ട് വരുന്നത് ഡയോഡ്, ട്രാൻസിസ്റ്റർ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പാരലായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പും ഈ സെമസ്റ്ററിൽ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ വർക്കിംഗ് അല്ലെങ്കിൽ ഫെമിലറൈസേഷനൊക്കെ പാരലായിട്ട് വർക്ക്ഷോപ്പിൽ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ PN ജംഗ്ഷൻ ഡയോഡാണ്. ഇവിടെ ഈ പാസീവ് കമ്പോണൻസ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഉണ്ട്. അതിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കളർ കോഡിങ്, റെസിസ്റ്ററിൻ്റെ കളർ കോഡിങ്ങിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ദെൻ വരുന്നത് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ 2 ടൈപ്സ് ആയ സെൻറ്റർ ഡയോഡ് ഉണ്ട്. അതുപോലെ ബ്രേക്ക് ഡൗൺ ഫിനോമിനൻ, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അതുപോലെ സെൻറ്റർ ഡയോഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ്. അപ്പോൾ അതും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ എ സെൻറ്റർ ഡയോഡ് ആക്ട് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഇനി അടുത്ത മൊഡ്യൂൾ 3 ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ ആണ്. DC പവർ സപ്ലൈ ഒരു സിമ്പിളായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ സർക്യൂട്ട്, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫയർ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഹാഫ് വേവ്, ഫുൾ വേവ്, ബ്രിഡ്ജ് എന്നുള്ള 3 സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ റിപ്പിൾ ഫാക്ടർ കാൽക്കുലേഷന്, വിത്ത് ആൻഡ് വിത്തൗട്ട് കപ്പാസിറ്റർ ഫിൽറ്റേഴ്സ്. ഇത് നമ്മളൊരു essay ക്വസ്റ്റ്യൻ ഓക്കെ നമുക്ക് എക്സ്പെക്റ്റ് ആവുന്ന ഒരു ഏരിയ ആണ്. ഈ ഹാഫ് വേവ്, ഫുൾ വേവ്, ബ്രിഡ്ജ്, അതിൻ്റെ റിപ്പിൾ ഫാക്ടർ കാൽക്കുലേഷൻ, സർക്യൂട്ട് ഡയഗ്രാം, അങ്ങനത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ ഫിഗേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബ്ലോക്ക് ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുക, അതിന് നല്ലൊരു വെയിറ്റേജ് ഉണ്ട്. അതുപോലെ ആ ബ്ലോക്ക് അനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് എങ്ങനെയാണോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ആ ഒരു രീതിയിലാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ 2024 സ്കീമിൽ ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്നുള്ളത് 40 മാർക്സ് ആയിട്ടുണ്ട്. നേരത്തെ അത് 50 മാർക്സ് ആയിരുന്നു, അത് റെഡ്യൂസ് ചെയ്ത് 40 മാർക്സ് ആയി. ആ 40 മാർക്സ് എന്ന് പറയുന്നത് അതാത് ഫാക്കൽറ്റി നമുക്ക് ഇന്റേണലി ഇവാലുവേറ്റ് ചെയ്ത് തരുന്ന മാർക്കാണ്. അത് നമ്മളുടെ എക്സ്റ്റേണൽ എക്സാമുമായിട്ട് ആഡ് ചെയ്ത് വരും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 5 മാർക്സ് അറ്റൻഡൻസിന് വേണ്ടിയിട്ടാണ്, ഓരോ സബ്ജക്റ്റിൻ്റെ അറ്റൻഡൻസിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അസൈൻമെൻറ്റ് കാണും, അതിൽ 15 മാർക്സ്. പിന്നെ 2 ഇൻറ്റേർണൽ എക്സാംസ് കാണും, അത് 10 മാർക്സ് ഈച്ച് ചെയ്ത്. അങ്ങനെ ടോട്ടൽ 40 മാർക്സ് ആണ് നമ്മളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ വരുന്നത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ കേസിൽ. മെജോറിറ്റി സബ്ജക്റ്റിൻ്റെയും ഈ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് 2024 സ്കീമിൽ. ഇനി ഒരു ലാസ്റ്റ് ഒരു എൻഡ് സെമസ്റ്റർ എക്സാം കാണും, യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനകത്താണെങ്കിൽ ക്വസ്റ്റ്യൻ പാർട്ടിൽ പാർട്ട് എയും കാണും, പാർട്ട് ബിയും കാണും. ടോട്ടൽ 60 മാർക്സിനാണ് എക്സ്റ്റേണൽ എക്സാം വരുന്നത്. 2019 സ്കീമിൽ അത് 100 മാർക്സ് ആയിരുന്നു. അപ്പോൾ ആ 100 മാർക്സ് എന്നുള്ളത് 60 മാർക്സ് ആയിട്ട് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് എയും പാർട്ട് ബിയും കാണും. പാർട്ട് എയിൽ എല്ലാം കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം 2 ക്വസ്റ്റ്യൻസ് ഈച്ച് ഫ്രം മൊഡ്യൂൾ. അപ്പോൾ ഇത് ബേസിക് ഓഫ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒറ്റ പേപ്പറായിട്ടായിരിക്കും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻസും വെച്ചിട്ടായിരിക്കും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് ബി വരുമ്പോഴത്തേക്ക് 2 ക്വസ്റ്റ്യൻസ് കാണും. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് കാണും. അതിൽ ഒരു ഫുൾ ക്വസ്റ്റ്യൻ, ഒരു ഫുൾ എസ്സേ ക്വസ്റ്റ്യൻ 9 മാർക്സ് വരുന്ന ഒരു ഫുൾ എസ്സേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ നമുക്കിപ്പം ഇലക്ട്രിക്കലിന് 2 മൊഡ്യൂൾ, ഇലക്ട്രോണിക്സിന് 2 മൊഡ്യൂൾ, അങ്ങനെ ടോട്ടൽ 4 മൊഡ്യൂൾ കാണും. അതിൽ നിന്ന് ഒരു ഫുൾ ക്വസ്റ്റ്യൻ 9 മാർക്സിൻ്റെ, അങ്ങനെ 36 മാർക്സ് എസ്സേ പാർട്ട് കാണും. ഇവിടെ ചോയ്സ് ഉണ്ട്. ഓക്കെ, പാർട്ട് എയിൽ ചോയ്സ് ഇല്ല. അതിനകത്ത് വരുന്ന മാക്സിമം മാർക്ക് പറഞ്ഞാൽ 3 മാർക്കാണ്. ഇതിൽ മാക്സിമം വരുന്നത് 9 മാർക്കാണ്. അപ്പം 9 മാർക്ക് ചിലപ്പം 6+3 അങ്ങനെ, അല്ലെങ്കിൽ 7+2 അങ്ങനെ സബ് ഡിവിഷൻസും വരാം. അങ്ങനെ ടോട്ടൽ 36 മാർക്സും 24 കൂടി ചേർത്ത് 60 മാർക്സാണ് കണ്ടിന്യൂസ് ഇവാലുവേഷനകത്ത്, എക്സ്റ്റേണൽ ഇവാലുവേഷനിൽ യൂണിവേഴ്സിറ്റി എക്സാമിനകത്ത് വരുന്നത്. അതൊരു മേജർ ചേഞ്ച് ആണ് 2024 സ്കീമിന് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെക്ടിഫയർ, അതിൻ്റെ റിപ്പിൾ ഫാക്ടർ, അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം ഉണ്ട്, അതുപോലെ അതിൻ്റെ വേവ് ഫോംസ് ഉണ്ട്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിന് കഴിഞ്ഞ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ട്രാൻസിസ്റ്ററാണ്. ഇപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം NPN ഉണ്ട്, അതുപോലെ തന്നെ PNP ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. 2 ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ട്രാൻസിസ്റ്ററിൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കണം. അതിനുശേഷം അതിന് VI ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതുപോലെ ട്രാൻസിസ്റ്ററിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 3 കോൺഫിഗറേഷൻസ് ഉണ്ട്: കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. അതിൻ്റെ കമ്പാരിസൺ. ഇത് ഒരു സെക്ഷനാണ്, ട്രാൻസിസ്റ്ററിൻ്റെ ഒരു സെക്ഷനാണ്. 2 ട്രാൻസിസ്റ്റർ ഉണ്ട്, NPN, PNP. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, അതുപോലെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അത് 3 കോൺഫിഗറേഷനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇനി നമ്മളെ ഈ പുതിയ സിലബസിൽ ഈ ബയസിംഗ് എന്നുള്ള, ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബയസിംഗ് എന്നുള്ള ടേം ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. DC ടോട്ടൽ ലൈൻ്റെ കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം, വർക്കിംഗ്, അതും എസ്സേ ക്വസ്റ്റിനായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റിനാണ്. കുറേ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. പുതിയ സ്കീമാണെങ്കിലും പഴയ സ്കീമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആ മേജർ ഡിഫറൻസ് മനസ്സിലായല്ലോ. കുറച്ച് വാക്വം ട്യൂബ് അതുപോലത്തുള്ള കുറച്ച് ടേംസ് ഒഴിവാക്കി എന്നുള്ളതേ ഉള്ളൂ. ഫണ്ടമെൻ്റായിട്ടുള്ള സിലബസ് എല്ലാം പഴയ സ്കീം തന്നെയാണ്. അപ്പോൾ ആ സ്കീമിൽ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയർ ആയിട്ടുള്ള വർക്കിംഗ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്, റെക്ടിഫയറിൻ്റെ വർക്കിംഗ്, ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ്, അതിൻ്റെ ഒരു വേവ് ഫോം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ് RC കപ്പിൾഡ് ആംപ്ലിഫയറും അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസും. അതും എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഇനി ഈ മൊഡ്യൂൾ 3ൽ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ പുതിയ സ്കീമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇൻട്രൊഡക്ഷൻ ടു FET, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് N ചാനൽ ആൻഡ് P ചാനൽ MOSFET. ഓക്കെ, അത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ www.btechmedc.com. അതിൽ പുതിയ സ്കീം 2024 സ്കീമിൻ്റെ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതിൽ പുതിയ സിലബസും അതുപോലെ വീഡിയോസ് ഓൾറെഡി നമ്മൾ 19 സ്കീം ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സിലബസിൻ്റെ ബേസ് ചെയ്ത് പ്ലേലിസ്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്ത് ലിങ്ക് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് ഈസി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സും അവൈലബിൾ ആണ്. അതും നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്. ആ ടെലിഗ്രാം ചാനലിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കുക. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ അതിനകത്ത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ്, ബിടെക്കിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. അപ്പം ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ
നമ്മൾ ഫസ്റ്റ് ആക്റ്റീവ് പാസീവ് കമ്പോണൻസിനെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ ആക്റ്റീവ് കമ്പോണൻ്റായ ഡയോഡ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കും. അതിനുശേഷം ഡയോഡിൻ്റെ ആപ്ലിക്കേഷനാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ആ റെക്ടിഫയർ നമ്മൾ DC പവർ സപ്ലൈയിലെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ്. അതിൻ്റെ ടൈപ്സ് ആയ ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫയർ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന രണ്ടാമത്തെ ആക്റ്റീവ് കമ്പോണൻ്റ് ആണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെയും കൺസ്ട്രക്ഷനും വർക്കിങ്ങും അതിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും കോൺഫിഗറേഷൻസും പഠിക്കാനുണ്ട്. പിന്നെ ട്രാൻസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്ന് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ടൈപ്പാണ് RC കപ്പിൾഡ് ആംപ്ലിഫയർ, അതിൻ്റെയും സർക്യൂട്ട് ഡയഗ്രവും ഫ്രീക്വൻസി റെസ്പോൺസും പഠിക്കാനുണ്ട്. പിന്നെ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഫെറ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്, അതിൻ്റെ രണ്ട് ടൈപ്പാണ് മോസ്ഫെറ്റിൻ്റെ N ചാനൽ ആൻഡ് P ചാനൽ മോസ്ഫെറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 ഷോർട്ട് ക്വസ്റ്റ്യൻസും അതുപോലെ 9 മാർക്സിൻ്റെ B പാർട്ടിൽ 2 ഫുൾ ക്വസ്റ്റ്യൻസും ചോദിക്കും. അതിലൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ, അതായത് 4th മൊഡ്യൂൾ 2024 സ്കീമിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മോഡേൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മേജറായിട്ടുള്ള ഡിഫറൻസ് വരുന്നതെന്ന് പറയുന്നത് ഈ CROയുടെ ടേംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ, അത് കേസ് സ്റ്റഡി ഉള്ളെന്ന് പറഞ്ഞേക്കുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഹെൽത്ത് കെയർ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ. ബാക്കി ടോപ്പിക്സ് ഒക്കെ ഓൾറെഡി നമ്മളുടെ പഴയ സ്കീമുമായിട്ട് ഒത്തിരി കോമൺ ആണ്. അതിൽ വരുന്നത് ജനറൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, അതിൽ ഡെറിവേഷൻ നോട്ട് റിക്വയർഡ് ചെയ്തിട്ടുണ്ട്. 2019 സ്കീമിൽ ഡെറിവേഷൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ സ്കീമിൽ ഡെറിവേഷൻ വേണ്ട. അതുപോലെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് AM ആൻഡ് FM സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് വയർഡ് ആൻഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് GSM, ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോക്ക് ഡയഗ്രാം. അതുപോലെ നമ്മളുടെ മൊബൈൽ ടെക്നോളജിയുടെ കമ്പാരിസണും 3G, 4G, 5G ആൻഡ് 6G. ദെൻ കുറച്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിക്കാനുണ്ട്. അതിൽ ബ്ലോക്ക് ഡയഗ്രാം, ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. നെക്സ്റ്റ് മൾട്ടിമീറ്റർ, നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് മൾട്ടിമീറ്റർ, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റർ ഒക്കെ മെഷർ ചെയ്യാനുള്ള. അപ്പോൾ അതിൻ്റെ എന്താണ് മൾട്ടിമീറ്റർ, അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രാം, അങ്ങനത്തുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ദെൻ ഫംഗ്ഷൻ ജനറേറ്റർ ഉണ്ട്. ഫംഗ്ഷൻ ജനറേറ്റർ നമ്മൾ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് സൈൻ വേവ്, സ്ക്വയർ വേവ്, അങ്ങനത്തുള്ള വേവ് ഫോം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ജനറേറ്റർ. ദെൻ CRO ഉണ്ട്. CRO എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, അത് സിലബസിൽ പുതിയ സ്കീമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നമ്മൾ ഇലക്ട്രോണിക്സ് വരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, ദാറ്റ് ഈസ് CRO. അതിന് നമ്മൾ ഐ ഓഫ് ആൻഡ് എഞ്ചിനീയർ എന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സർക്യൂട്ടിനകത്ത് ഓരോ കമ്പോണൻസ്, ഇപ്പോൾ ട്രബിൾ ഷൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഓരോ വേവ് ഫോംസും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ആ സിഗ്നലിനെ വിത്ത് ഹെൽപ്പ് ഓഫ് CRO വി ക്യാൻ വ്യൂ, അതാണ് CRO എന്ന് പറയുന്നത്. അതിൻ്റെ എങ്ങനെയാണ് CRO വർക്ക് ചെയ്യുന്നത്, അതിനകത്ത് എങ്ങനെയാണ് വേവ് ഫോംസ് മെഷർ ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ ഇതിൻ്റെ പാരലായിട്ടുള്ള വർക്ക്ഷോപ്പുണ്ട്, വർക്ക്ഷോപ്പിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ തന്നെ ഫ്രീക്വൻസി മെഷർ ചെയ്യാനുള്ള ഒരു പാറ്റേൺ ആണ് ലെസാജിയസ് പാറ്റേൺ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഈ ലാസ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ കേസ് സ്റ്റഡി ഉള്ളൂ, അത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം ഒരു പഴയ സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് നോർമലി ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥിരം ചോദിക്കുന്നതാണ്. പിന്നെ ഈ AM FM അതിൻ്റെ ഡെറിവേഷൻ ഇല്ല, അപ്പം കമ്പാരിസൺ ഓഫ് AM ആൻഡ് FM ചോദിക്കാം. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ, അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷന്. പിന്നെ 3G 4G കമ്പാരിസൺ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഇൻസ്ട്രുമെൻ്റ് സിസ്റ്റം, അത് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്, അതിന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. പിന്നെ മൾട്ടിമീറ്റർ, ഫംഗ്ഷൻ ജനറേറ്റർ ആൻഡ് CRO. ഇത്രയാണ് മൊഡ്യൂൾ 4 വരുന്നത്. ഇതിലും 2 ഷോർട്ട് ക്വസ്റ്റ്യൻസ് കാണും, അതുപോലെ തന്നെ 2 essay ക്വസ്റ്റ്യൻസ്, 9 മാർക്സിൻ്റെ 2 essay ക്വസ്റ്റ്യൻസ്, അതിൽ ഒരു ക്വസ്റ്റ്യൻസ് ഫുൾ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു സിലബസ് വരുന്നത്. കമ്പാരിറ്റീവ്ലി പഴയ സ്കീമായിട്ട് നോക്കുമ്പോഴത്തേക്ക് കുറേ ടോപ്പിക്സ് ഒഴിവാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.
അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ സ്കീം ബേസ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ ഓരോ സബ്ജക്റ്റ് വൈസ് മെറ്റീരിയൽസും അതുപോലെ വീഡിയോ ലിങ്ക്സും അറേഞ്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഷെയറിങ്ങും സബ്സ്ക്രിപ്ഷനുമാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. സോ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു. ബിടെക് മെഡിസി.